മക്കയുടെ പുറത്തെത്തിയ അബ്രഹത്തും കൂട്ടരും ഖുറൈശി നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു ദൂതനെ അബ്രഹ അവരിലേക്ക് അയച്ചു. അയാൾ അബ്ദുൽ മുത്തലിബിനെ സമീപിച്ചു. കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഉടനെ അബ്ദുൽ മുത്തലിബ് അയാളോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ രാജാവിനെ നേരിട്ട് കാണണം. വിവരം ദൂതൻ അബ്രഹയെ അറിയിച്ചു. അദ്ദേഹം അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അബ്ദുൽ മുത്തലിബിനെ കണ്ട അബ്രഹ അമ്പരന്നു. അതിസുന്ദരനായിരുന്നു അബ്ദുൽ മുത്തലിബ്. ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം. ആരും നോക്കിയിരുന്നു പോവും. അബ്രഹത്ത് അമ്പരപ്പോടെ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത് പോയിരുന്നു. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഉടനെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങൾ വരുന്ന വഴിക്ക് എൻ്റെ 200 ഒട്ടകങ്ങളെ കൊള്ളയടിച്ചിട്ടുണ്ട്. അതെനിക്ക് തിരിച്ചു നൽകണം. അതായിരുന്നു അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത്. അത് കേട്ട അബ്രഹ അമ്പരന്നു. കഅബ പൊളിക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിക്കാതെ വെറും ഒട്ടകത്തെപ്പറ്റി ചോദിച്ചത് കൊണ്ട് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, താങ്കളെ കണ്ട സമയം താങ്കളോട് എനിക്ക് നല്ലൊരു മതിപ്പ് തോന്നിയിരുന്നു. പക്ഷേ താങ്കളോട് സംസാരിച്ചതോടുകൂടി താങ്കളോടുള്ള എല്ലാ മതിപ്പും പോയി. താങ്കളുടെ ആരാധനാലയത്തെക്കുറിച്ചൊന്നും പറയാതെ താങ്കൾ എപ്പോഴും ഒട്ടകങ്ങളെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? വിചിത്രം തന്നെ. അതിനു മറുപടിയായി അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, എൻ്റെ ഒട്ടകങ്ങളുടെ റബ്ബ് ഞാനാണ്. എന്നാൽ കഅബാലയത്തിന് മറ്റൊരു റബ്ബുണ്ട്. ആ ഭവനത്തെ അവൻ്റെ സംരക്ഷിച്ചുകൊള്ളും. അബ്ദുൽ മുത്തലിബിൻ്റെ മറുപടി കേട്ട അബ്രഹ ആ 200 ഒട്ടകങ്ങളെ അദ്ദേഹത്തിന് തിരിച്ചു നൽകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മക്കയിലെ ആളുകളെ മാറ്റി പാർപ്പിക്കുക. ഞങ്ങൾ ഇവിടെ തകർക്കാൻ പോവുകയാണ്. അബ്ദുൽ മുത്തലിബ് അതിന് അനുമതി നൽകി. കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രയും വലിയ സൈന്യമായിരുന്നു അബ്രഹത്തിൻ്റേത്. അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ മക്കയിലുള്ള ആളുകളോട് അവിടെ നിന്നും മാറാൻ കൽപ്പന കൊടുത്തു. മക്കയിലെ ആളുകൾ എല്ലാവരും ഹിറാ കുന്നിൻ്റെ മുകളിലേക്ക് അഭയം തേടി. മക്ക മുഴുവൻ കാലിയായി. ഹിറാ കുന്നിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തി. യാ അല്ലാ, നീ ഈ ഭവനത്തെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അവരുടെ കുരിശുകൾ സ്ഥാപിക്കുന്ന കേന്ദ്രമാക്കി നീ അതിനെ മാറ്റല്ലേ എന്നെല്ലാം അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ അബ്രഹത്ത് സൈന്യവുമായി ഹറമിൽ പ്രവേശിച്ചു. അദ്ദേഹം ആ കഅബയുടെ സമീപം എത്തിയപ്പോൾ മഹ്മൂദ് എന്ന പേരുള്ള ആന മുന്നോട്ട് നീങ്ങുന്നില്ല. പെട്ടെന്ന് ആ ആന അവിടെ ഇരുന്നു. ഉടനെ തന്നെ അബ്രഹത്ത് പാപ്പനെ വിളിക്കുകയും പഠിച്ച പണി 18 എടുത്തു നോക്കിയിട്ടും ആന അനങ്ങുന്നില്ല. കഅബയുടെ നേരെ അല്ലാതെ മറ്റുള്ള ദിശയിലേക്കെല്ലാം ആന നടക്കുന്നുണ്ട്. എന്നാൽ കഅബക്ക് നേരെ നീങ്ങുന്നില്ല. ആനയെ ഉപദ്രവിച്ചു നോക്കി, മുറിവേൽപ്പിച്ചു നോക്കി. മുന്നോട്ട് പോവാൻ ആന സന്നദ്ധനാവുന്നില്ല. ആനകൾ നീങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ അബ്രഹ സൈന്യത്തിനോട് നേരിട്ടു തന്നെ കഅബ പൊളിക്കാൻ വേണ്ടി കൽപ്പന കൊടുത്തു. സൈന്യം കഅബ പൊളിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന സമയം പിന്നീട് സംഭവിച്ചത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫീലിൽ അള്ളാഹു പറയുന്നുണ്ട്. ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ? ചുട്ട് പഴിപ്പിച്ച കളിമൺ കല്ലുകൊണ്ട് അവരെ എറിയുന്ന കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അവരെ തിന്നെടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. പെട്ടെന്ന് ആകാശത്ത് പക്ഷികൾ വന്നു. ഓരോ പക്ഷിയുടെയും കയ്യിൽ 3 കല്ലുകൾ ഉണ്ടായിരുന്നു. 2 കല്ലുകൾ അവരുടെ കാലിലും 1 കല്ല് അവരുടെ ചുണ്ടിലും. പിന്നീട് ആ കല്ലുകളെല്ലാം അവർ താഴേക്കിടുകയാണ്. കല്ലുകൾ സൈന്യത്തിൻ്റെ മേലിൽ വീഴാൻ തുടങ്ങിയതും അവരുടെ അവയവങ്ങളെല്ലാം ഉരുകി മുറിഞ്ഞു വീഴാൻ തുടങ്ങി. 1 കല്ല് അബ്രഹയുടെ മേലും വന്നു വീണു. അയാളെ ഉടനെ തന്നെ സൈന്യം എടുത്തുകൊണ്ടുപോയി വേണ്ട ശുശ്രൂഷ നൽകി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾക്കെല്ലാം അത് ബാധിക്കാൻ തുടങ്ങിയിരുന്നു. ഉടനെ തന്നെ ചിലർ അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചു. പക്ഷേ വഴിമധ്യേ ദാരുണമായിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രം അവിടെ വന്ന സൈന്യത്തെ അള്ളാഹു തുടച്ചു നീക്കി. പിന്നീട് ഖുറൈശികൾ ആ മലമുകളിൽ നിന്നും താഴേക്കിറങ്ങി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഹദീസിൽ കാണാം, ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം ആനക്കലഹത്തിന് വേണ്ടി വന്ന ആ പാപ്പനെയും അദ്ദേഹത്തിൻ്റെ സഹായിയെയും പിൽക്കാലത്ത് മക്കയിൽ വെച്ച് കണ്ടിരുന്നു. അവർ 2 പേരും അന്ധന്മാരായിരുന്നു. അവർ ഭക്ഷണത്തിന് വേണ്ടി ആളുകളോടെല്ലാം യാചിച്ചു കൊണ്ട് മക്കയിൽ ഒരുപാട് കാലം ജീവിച്ചിരുന്നു.
ആനക്കലഹം കഴിഞ്ഞ് 10-40 വർഷത്തിനു ശേഷമാണ് ആയിഷ ബീവി ജനിക്കുന്നത്. അപ്പോഴും ആ പാപ്പൻ അവിടെ നരകിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി അള്ളാഹു അവരെ അവശേഷിപ്പിച്ചു. ആനക്കലഹം എന്ന സംഭവം അറേബ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചരിത്രമാണ്. അതിനെ ആശ്രയിച്ചാണ് പിന്നീട് അവരുടെ കലണ്ടർ പോലും. ആനക്കലഹം കഴിഞ്ഞ് 50-55 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജനിച്ചു വീഴുന്നത്.